വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ യൂട്യൂബിൽ സാങ്കേതിക തടസ്സം നേരിട്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം ഉപയോക്താക്കൾക്ക് ഹോം പേജ് ലഭ്യമായിട്ടില്ല. യെസ്, മുഹമ്മദ് സാലി വിവരങ്ങൾ നൽകും. സാലി, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ യൂട്യൂബിന് ഇവിടെ പലതും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാനും ആ സമയത്ത് വളരെ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നു എന്ന് തോന്നുന്നുണ്ട്. എന്താ സംഭവിച്ചത്? തകരാർ പരിഹരിച്ചോ? ജിൽസി, ഇപ്പോൾ തകരാർ പരിഹരിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതലാണ് ഇത്തരമൊരു തടസ്സം നേരിട്ടത്. യൂട്യൂബിന്റെ ഹോം പേജ് ലഭ്യമായിരുന്നില്ല. അതേസമയം നേരത്തെ കണ്ടിരുന്ന വീഡിയോകളുടെ ഹിസ്റ്ററി, അതേപോലെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ലിങ്കുകൾ, അതായത് നമ്മുടെ മീഡിയ വണിന്റെ യൂട്യൂബ് സ്ട്രീമിംഗ് ലിങ്ക് ആരുടെയെങ്കിലും കൈവശമുണ്ടായിരുന്നെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതേസമയം പുതിയ വീഡിയോകൾ പ്രധാനമായും പ്രത്യക്ഷപ്പെടുന്ന യൂട്യൂബിന്റെ ഹോം പേജാണ് ലഭ്യമല്ലാതിരുന്നത്. ലോകത്താകമാനം ഈ ഒരു തടസ്സം നേരിട്ടു. US-ലടക്കം തടസ്സം നേരിട്ടിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ 3 ലക്ഷത്തോളം ആളുകൾ ഡൗൺ ഡിറ്റക്ടർ എന്ന ഇത്തരം വെബ്സൈറ്റുകൾ പ്രവർത്തനരഹിതമാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ആളുകൾ കൂട്ടത്തോടെ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിൽ ഈ യൂട്യൂബിന്റെ തടസ്സം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഗൂഗിളിന് തന്നെ തടസ്സം നേരിട്ടു എന്ന് 1 ലക്ഷത്തിലേറെ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് യൂട്യൂബ്, അതേസമയം ഗൂഗിൾ, ഇവയുടെയൊക്കെ മാതൃകമ്പനിയായ ആൽഫബറ്റ്, ഇവയ്ക്ക് കീഴിലുള്ള സർവീസുകൾക്ക് ചില തടസ്സങ്ങൾ ലോകത്താകമാനം നേരിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു തകരാർ പരിഹരിച്ചിട്ടുണ്ട്. ലോകത്താകമാനമുള്ള മാധ്യമ സ്ഥാപനങ്ങളടക്കം ലൈവ് സ്ട്രീമിങ്ങിന്, അതായത് കണ്ടന്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വലിയ തോതിൽ ഉപയോഗിക്കുന്നത് പ്രധാനമായും യൂട്യൂബാണ്. യൂട്യൂബ് തടസ്സപ്പെടുക എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്, ലോകത്താകമാനമുള്ള മാധ്യമ കമ്പനികൾക്ക് അതൊരു വരുമാന നഷ്ടം കൂടിയാണ്. കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു അന്തരീക്ഷം ഇവ സൃഷ്ടിക്കും, ഈ ഒരു തടസ്സം സൃഷ്ടിക്കും. എന്തായാലും 1 മണിക്കൂറിലേറെ നീണ്ട, 2 മണിക്കൂറോളം നീണ്ട ഈ ഒരു തടസ്സം ഇപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ് യൂട്യൂബും ഗൂഗിളും. ജിൽസി.